ഹലോ, എൻ്റെ പേര് സന്ധ്യ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കേരള ലഞ്ച് മെനു സീരീസിലെ 5ാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോണത്. ഇന്നത്തെ മെനു മസാലക്കറി, ഉരുളക്കിഴങ്ങ് മസാലക്കറി, ചീരത്തോരൻ, പിന്നെ നെയ്മീൻ വറുത്തത്. സിമ്പിൾ റെസിപ്പീസാണ്. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി പറയാൻ പറ്റാത്തതുകൊണ്ട് ഓരോരോ ഡിഷിൻ്റേതായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇപ്പോൾ ഞാൻ മസാലക്കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു മസാല അരച്ചെടുക്കണം. അതിനായിട്ട് മുളക്, മല്ലി, പെരുംജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കരിവേപ്പില, കുരുമുളക്, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഇത്രയും മസാലകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ വേണ്ടി വരും. അതും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഇന്ന് ഉരുളക്കിഴങ്ങ് മസാലക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് വറുത്തിടാനായിട്ട് ചെറിയുള്ളിയും കരിവേപ്പിലയും. ഇത് കൂടാണ്ട് നമുക്ക് വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും വേണ്ടി വരും, മഞ്ഞൾപ്പൊടിയും തക്കാളിയും വേണ്ടി വരും. അപ്പോൾ ആദ്യം കുക്കറിൽ ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും ഇഞ്ചിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് ഒരു വിസിലോ അല്ലെങ്കിൽ ഒരു 2 വിസിലോ വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അത് അടുപ്പത്തേക്ക് വെച്ചിട്ട്. അപ്പോൾ ഇന്ന് നെയ്മീൻ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നെയ്മീൻ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ള മസാലയ്ക്കായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വിനാഗിരി, ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല നമുക്കൊന്ന് റെഡിയാക്കാം. മസാലയിലേക്ക് മീൻ ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടി എടുക്കുക. അപ്പോൾ മീൻ പുരട്ടി റെഡി ആയിട്ട് ഇത് എടുത്തു വെച്ചിട്ട് അടുത്ത ഡിഷിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് മസാലക്കറിക്കുള്ള മസാല റെഡിയാക്കാം. കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് ഒരു പാനിൽ. അതിലേക്ക് നമുക്ക് ആദ്യം ഈ മസാലകളൊക്കെ ചേർക്കാം. എന്നിട്ട് മല്ലി ഒന്ന് ചോക്കുന്നവരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. മല്ലി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ ഇതേപോലെ ചോക്കുന്നവരെ വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുപ്പിച്ചിട്ട് നമുക്ക് മസാല അരച്ചെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുക്കറിൽ നിന്ന് ഈ പാത്രത്തേക്ക് മാറ്റി അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത മസാല നമുക്ക് ഇതിലേക്ക് ചേർക്കാം. തക്കാളി ഒന്ന് നന്നായി കുക്കായിട്ട് മസാലയുടെ പച്ചച്ചോയ പോകുന്ന വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് തിളപ്പിക്കാം. ഇതൊന്ന് നന്നായി തിളക്കട്ടെ. മസാലക്കറി നന്നായി തിളച്ച് മസാലയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ മസാലക്കറി റെഡി ആയിട്ട് നന്നായി തിളച്ച് തക്കാളിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തിടാം. അപ്പോൾ ഈ പാനിലേക്ക് ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇത് ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. പകുതി ഒന്ന് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മസാലക്കറിയുടെ മുകളിലേക്ക് നമുക്ക് ചേർക്കാം. ഇനി ഇതൊന്ന് അടച്ചിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അടുത്ത് നമ്മൾ ചീരത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചുവന്ന ചീര നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ കടുക് വേണം, ഉഴുന്നുപരിപ്പ്, തേങ്ങ, ചെറിയുള്ളി,
ജീരകം, പച്ചമുളക്. ഈ തേങ്ങയും ഉള്ളിയും ജീരകവും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഞാനത് ചതച്ചെടുത്തിട്ട് വരാം. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക്, ഉഴുന്നും പരിപ്പും ചേർക്കാം. കടുക്, ഉഴുന്നും പരിപ്പും ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചീര അരിഞ്ഞത് ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചീര ഒന്ന് വെന്ത് കിട്ടണം. ഇപ്പോൾ ചീര വെന്ത് പകുതി ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കുറച്ചു നേരം കൂടി ഒന്ന് കിടന്ന് വെന്തോട്ടെ. ചീര നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചതച്ച മിക്സ്ചർ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് നേരം നന്നായി കുക്ക് ചെയ്തതിന് ശേഷം ചീര റെഡിയാണ്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി മീൻ വറുക്കാനുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇനി മീൻ കഷ്ണങ്ങൾ 2 സൈഡിൽ നിന്നും നന്നായി വെന്ത് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ അടുപ്പത്തുനിന്ന് ഇറക്കാം. അപ്പോൾ ഇന്നത്തെ സിമ്പിൾ മീൽ റെഡിയായി. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.